എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ പോവാണ്. ഫ്ലൈറ്റിലാണ് യാത്ര. ഈ ഫ്ലൈറ്റിൻ്റെ പേര് അലയൻസ് ഫ്ലൈറ്റാണ്. കൊച്ചിയിൽ നിന്ന് രാവിലെ 10:30 ഈ ഫ്ലൈറ്റ് പുറപ്പെടുക. അവിടെ ഒരു 12:30 ആകുമ്പോൾ എത്തിച്ചേരും. ലക്ഷദ്വീപിൽ നിറയെ ഐലൻഡ്സ് ഉണ്ട്. ഞാൻ പോകുന്നത് അഗത്തി ഐലൻഡ്സിലാണ് ഉള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഈ ലക്ഷദ്വീപ് യാത്രയെ കുറിച്ചുള്ള വീഡിയോ ആണ്. ലക്ഷദ്വീപ് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ 2 വഴികളാണുള്ളത്. ഒന്ന് കപ്പൽ മാർഗവും ഒന്ന് ഫ്ലൈറ്റ്. കപ്പലിലാണെങ്കിൽ 9 മണിക്കൂർ എടുക്കും. ഫ്ലൈറ്റ് ആണെങ്കിൽ കേവലം 1.5 മണിക്കൂർ എത്തും. അങ്ങനെ ലക്ഷദ്വീപ് എത്താറായി. നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് എത്തി. ഈ ഫ്ലൈറ്റിലാണ് അലയൻസ് എയർ ഫ്ലൈറ്റിലാണ് ഇറങ്ങിയത് ലക്ഷദ്വീപിലേക്ക്. അഗത്തി ഐലൻഡ്സ് എത്തിയിരിക്കുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് ലക്ഷദ്വീപ്. നമ്മളിപ്പോൾ അഗത്തി ഐലൻഡ്സിലുള്ള അടിപൊളി സ്ഥലമാണ്. നമ്മൾ സമുദ്രത്തിൻ്റെ കളറിന് നിങ്ങൾ കാണാം, ബ്ലൂ ആണ്. हाँ यहाँ पर एक सेकेंड है. ഇവിടെയാണ് സ്കൂബ ഡൈവിംഗ് ഒക്കെ നടക്കാറ്. കാരണം ഇവർ പോയി വന്നതാണ്. അഗത്തി ഐലൻഡ് അതാണ്. ഒരുപാട് ഐലൻഡ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ലക്ഷദ്വീപ്. അതിൽ എയർപോർട്ട് അഗത്തിയിൽ മാത്രമേ ഉള്ളൂ. എന്ത് ഭംഗി, അതിന് കളറും ഒക്കെ ഉണ്ട്. അതുപോലെ പച്ച അല്ലേ. നമുക്ക് ലക്ഷദ്വീപ് എങ്ങനെ എത്താം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ലക്ഷദ്വീപ് സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഫ്ലൈറ്റിലും കപ്പലിലും എത്താം. എന്നാൽ അത് കൂടാതെ നമുക്കിവിടെ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. ലക്ഷദ്വീപിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് പെർമിറ്റിൻ്റെ കടലാസ് വേണം. പെർമിറ്റ് എന്ന് വെച്ചാൽ ഒരു പേപ്പറാണ്. ആ പേപ്പറിൽ ലക്ഷദ്വീപിലെ താമസിക്കുന്ന ഒരു ലോക്കലായ, അവിടെ സ്ഥിരം താമസിക്കുന്ന ലോക്കലായ ഒരാളുടെ പേരും അഡ്രസ്സും ഉണ്ടാവും. അവരുടെ കെയറിലാണ് നമ്മളിവിടെ ടൂറിസ്റ്റായിട്ട് വന്നിരിക്കുന്നതെന്നുള്ള ഇത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേപ്പർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക, അക്ഷയ സെൻറ്ററിൽ നിന്ന് നമുക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോലീസ് ആപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്കത് വാങ്ങിച്ചെടുക്കാം. അങ്ങനെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ കഴിഞ്ഞാൽ
അതിനുശേഷമാണ് ഈ ഒരു പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആ പെർമിറ്റിൽ ഈ പറഞ്ഞ ഈ ഇവിടുത്തെ ലോക്കൽസിൽ ഒരാളുടെ പേരും അവരുടെ കെയറിലാണ് നമ്മളിവിടെ താമസിക്കാൻ പോകുന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. അങ്ങനെ ആ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലക്ഷദ്വീപ് ഐലൻഡിൽ പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ വന്ന പാടനെ സെക്യൂരിറ്റി ചെക്കിങ് നടത്തി. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ പാട് അവർ എക്സ്ട്രാ ചെക്കിങ് ഉണ്ടായിരുന്നു. ആ എക്സ്ട്രാ ചെക്കിങ്ങിൽ അവർ ഈ പറഞ്ഞ പെർമിറ്റും വെരിഫൈ ചെയ്യും. അങ്ങനെ പെർമിറ്റ് ഓക്കെ മാത്രമേ നമുക്ക് ഈ ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഇതൊന്നും അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഏത് ടൂർ ഓപ്പറേറ്ററിലാണോ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ലക്ഷദ്വീപ്, ആ ഓപ്പറേറ്റർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ അതിനാണ് കുറച്ച് കോസ്റ്റ് ആവുന്നത്. അപ്പോൾ എനിക്ക് ഒരു 35,000 ഇതിന് ഓപ്പറേറ്റർ വാങ്ങിച്ചു. അപ്പോൾ ആ 35,000 ഇത് പെർമിറ്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്ര അധികം വരുന്നത്. പിന്നെ ഇവിടെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് ലക്ഷദ്വീപിൽ. ഹോട്ടൽസൊക്കെ കോസ്റ്റ് അധികമാണ്. കാരണം അത്ര ഫേമസ് ആയിട്ടില്ലല്ലോ ലക്ഷദ്വീപ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഫുഡ് ഐറ്റംസിനൊക്കെ ഇച്ചിരി അധികമാണ്. അത്രയേ ഇതുള്ളൂ. അപ്പോൾ ഇതാണ് പെർമിറ്റ് കിട്ടാനുള്ള മാർഗം. പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ ലക്ഷദ്വീപിൽ കയറാൻ സാധിക്കൂ. എന്നാൽ ലക്ഷദ്വീപ് വളരെ അടിപൊളി സ്ഥലമാണ്. കാഴ്ചകളുടെ ഒരു പറുദീസ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഞാൻ റൂമും ബുക്ക് ചെയ്തത്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളും സീഷെൽസാണ് ഈ റിസോർട്ടിൻ്റെ പേര്. കടപ്പുറത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചിട്ട് നമുക്ക് ഈ റിസോർട്ടിൽ താമസിക്കാം. നീല കളറിൽ അല്ലെങ്കിൽ പച്ച കളർ ആ രീതിയിലാണ്. എന്ത് ഭംഗിയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ. ഇതാണ് സീഷെൽ റിസോർട്ട്. നല്ല കോട്ടേജസാണ്, റൂം ടൈപ്പ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഫുഡ് ഏരിയ, ക്യാൻറ്റീന് ബീച്ചിൻ്റെ സൈഡാണ്. ഇത് സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇനിയും നമുക്കിൻ്റെ റൂം കാണാം. ഈ കാണുന്നതാണ് കോട്ടേജസ് റൂം. പലതരത്തിലുള്ള റൂമുണ്ട്. പക്ഷേ ഈ പുറമേ കാണുന്ന ആ ഇതൊരു പഴയ കാലത്തെ ഒരു എന്താ പറയുക, കടൽ തീരത്തിലുള്ള ഒരു ഓലമേഞ്ഞ അങ്ങനെ ആ ടൈപ്പുള്ളത്. ഇതാണ് ഇവരുടെ റിസപ്ഷന്. ആയിട്ട് പഴയ കാലത്തെ ടൈപ്പാണ്. ഇരുട് പോലെ ഉണ്ട് ലൈറ്റ് അടിക്കുന്നത്. ഈ സൈഡ് പച്ച കളറാണെങ്കിൽ ഈ സൈഡ് നോർമൽ കളർ. അതാണ് കടലിൻ്റെ കളറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിയും. അതെല്ലാം കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റൂം കാണാം. ഇതാണ് റൂം. അപ്പം ഇപ്പം എനിക്ക് കിട്ടിയ റൂം സെക്കൻഡാണ്. നല്ലൊരു കോട്ടേജ് റൂം തന്നെയാണ്. മൊത്തം നിങ്ങൾ പാക്കേജ് പല ഡേയ്സിന് 3 days 4 days അങ്ങനെയൊക്കെയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 3 days 3 nights അങ്ങനെയാണ്. അത്ര 3 to 4 days അത്രേ കാണാനുള്ളൂ ഇവിടെ. പിന്നെ നമ്മൾ ഇതന്നെ ഈ ബീച്ച് ആസ്വദിക്കാം തന്നെ. റിസോർട്ടിൻ്റെ മുമ്പിലുള്ള ഒരു ജസ്റ്റ് ഒരു കാഴ്ചയാണ്. നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇത് കണ്ടിട്ട് നമുക്ക് റൂം കാണാം. കൊള്ളാം. ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റിയ ഹൈറ്റിലെ വെള്ളമാണ്. ഇത് നമ്മുടെ റൂമിലേക്ക് കാണാം. നല്ല റൂം തന്നെയാണ്. നല്ല സ്പേസ് ഉണ്ട്, ഇനഫ് സ്പേസ് ഉണ്ട്. കണ്ട ഇഷ്ടംപോലെ സ്ഥലം, എല്ലാവിധ സൗകര്യം, നല്ലൊരു ബെഡും. മുകളിൽ ഇങ്ങനെയാണ് ഉണ്ടായി പ്ലൈവുഡ് കൊണ്ട്. AC, നമ്മുടെ ചായ ഉണ്ടാക്കേണ്ട സൗകര്യം, കെറ്റിലെല്ലാം ഉണ്ട്. ടോയ്ലറ്റ് അത്യാവശ്യം നല്ല ടോയ്ലറ്റ്, കൊള്ളാം. ഇനി നമുക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം. നമ്മുടെ കേരള ഫുഡ് പോലെ തന്നെയാണ്. ചോറ്, മീനാണ് അധികം ഉള്ളത്. കൊള്ളാം, നല്ല ഫുഡ് തന്നെയാണ്. ഇനി ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരിക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.